ഹായ് പ്രേം. പ്രേമിൻ്റെ ഷെഹനായി മുഴങ്ങുമ്പോൾ എന്ന നോവൽ വായിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അതിനെക്കുറിച്ച് രണ്ടു വരി പറയാം. ബോംബെയിലെ തിരക്കിനൊപ്പം നടക്കുന്ന സംഗീതം തലക്കുപിടിച്ച കഥാനായകൻ തോമസിനോടൊപ്പം ഞാനും നടക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്നു കയറിയതോ ഷെഹനായി വിദ്വാനായ പാഴ്സി വംശജനും കൂടിയായ ബഹ്റോസ് നബാവി എന്നയാളുടെ വീട്ടിലേക്കും. ഞാൻ അവിടെ എന്തൊക്കെ കണ്ടു എന്ന് പറയാം. ആ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ളിൽ നിറയുന്ന സ്നേഹം, സഹനം, വാത്സല്യം, മതം, മാത്സര്യം, പക ഒക്കെ സന്ദർഭത്തിനനുസരിച്ച് ഓരോരുത്തരിലും തലപൊക്കുന്ന കാഴ്ചകൾ കണ്ടു. സ്വന്തം വ്യക്തിത്വം പുരുഷനു മുന്നിൽ അടിയറവ് വെക്കാത്ത അമീറയെയും ജലയെയും കണ്ടു. ജലയിലൂടെ മാതൃത്വത്തിൻ്റെ മഹത്വം കണ്ടു. അനാഹിതയെയും ആദിലിനെയും കണ്ടു. ഒരു പ്രണയത്തിനു മുന്നിൽ സ്വന്തം കഴിവുകളെ ഉറക്കിക്കളഞ്ഞ നായകന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു. പാഴ്സികളുടെ കല്യാണം കണ്ടു. അവരുടെ മരണം കണ്ടു. കഴുകന്മാർ തിന്നുപോകുന്ന മൃതശരീരങ്ങൾ കണ്ടു. ഇടയ്ക്കൊന്ന് പറയട്ടെ, ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഈ അറിവിൻ്റെ മുന്നിൽ, ആ തത്വത്തിൻ്റെ മുമ്പിൽ, അതിൻ്റെ മഹത്വമോർത്ത് എൻ്റെ മനസ്സ് ഒരു നിമിഷം അവരെ വണങ്ങിപ്പോയി കേട്ടോ. ഇനി ഫാജിൽ എന്ന കലാകാരൻ ഒരിക്കലും ദുഷ്ടനാവില്ലെന്ന് ഭർത്താവിനോട് തർക്കിച്ചിരിക്കുകയാണ്. ഫാജിലിൻ്റെ കലാകാരനായ അച്ഛൻ അതിലും വലിയ ക്രൂരനായിരുന്നല്ലോ എന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചത്. പ്രേം, പക്ഷെ ഒന്നുണ്ടേ, എല്ലാം കണ്ടു നടന്ന എനിക്ക് ഒടുവിൽ അനാഹിതയെ കണ്ടുപിടിക്കാനായില്ല. ആ പണി വായനക്കാർക്ക് വിട്ടു എന്ന് തോന്നുന്നല്ലേ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അനാഹിത എന്ന അനയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ലളിതമായ ഭാഷയിൽ വളരെ ഒതുക്കത്തോടെ ഭംഗിയായി പറഞ്ഞു വച്ചിരിക്കുന്ന ഈ ഷെഹനായിയുടെ മുഴക്കം ഒരുപാട് വായനക്കാരിലേക്ക് എത്രയും വേഗം എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ വിജയാശംസകളും. സ്നേഹപൂർവ്വം, മൈഥിലി കാർത്തിക്.